സീസണിലൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ അച്ഛൻ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണേ? ആ, ബാക്കി നമ്മൾ വോയിസ് ഓവർ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് കുഴി കുഴിക്കുന്നത്. അങ്ങനെ കുഴി കുഴിച്ചൊരു വിധമായി നമ്മളതിൻ്റെ മേലെ ചാക്ക് ഇങ്ങനെ നിരത്താണ് ഒരു ലെവൽ കിട്ടാനായിട്ടേ. ഇല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ പിന്നെ വേരിൻ്റെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ടാർപ്പായ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലെവൽ ചെയ്യാണ്. ഇതിന് അവരാണ് ഹെൽപ്പ് ചെയ്യണത് മൊത്തം. ചാക്കൊക്കെ അച്ഛനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അച്ഛനാണെങ്കിൽ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ. പിന്നെ അവരെ വെള്ളത്തെ കളിപ്പിക്കാനായാലും ഇതാകുമ്പോൾ നമുക്കും സേഫാണല്ലോ. വെള്ളം ചെറിയ ലെവലിലല്ലേ വരുന്നുള്ളൂ. അങ്ങനെ ഒരുവിധം ചാക്കൊക്കെ സെറ്റ് ചെയ്തു. അനിയത്തിയുടെ മോനും, അവൻ ചെറിയ ഉണ്ണിയാണ്, അവനും ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ഛനെ. അവരെല്ലാവരും കൂടി ആ ചാക്കൊക്കെ അങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തല്ലുണ്ട് അച്ഛന്, ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇതാക്കാം. അങ്ങനെ അച്ഛൻ എല്ലാ ചാക്കും ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളതിൽ ചാക്കൊക്കെ സെറ്റ് ചെയ്ത് സൈഡിൽ സെറ്റ് ചെയ്യാണ്. കാരണം മണ്ണല്ലെങ്കിൽ അതിലേക്ക് വീഴും. അതിനുശേഷം നമ്മൾ അതിലേക്ക് വല വിരിക്കുകയാണ്. വല വിരിക്കുമ്പോൾ ഒന്നും കൂടി സെക്യൂറായിട്ട് ആ ചാക്കൊക്കെ സെറ്റായിട്ടിരിക്കുമല്ലോ. അങ്ങനെ അച്ഛനും അനിയത്തിയും കൂടിയിട്ട് ആ വലയൊക്കെ വിരിച്ച് സെറ്റാക്കി ഓരോ കോർണറിലും വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ടാർപ്പായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കല്ലെടുക്കാൻ പോണവരെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ആ ഇഷ്ടിക എടുക്കാൻ വേണ്ടി തല്ലോടിയിട്ട് അവന് പൊങ്ങണം കൂടി ഇല്ല. എന്നിട്ട് അവൻ കഷ്ടപ്പെട്ടെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അമ്പുചേട്ടനെ വിളിച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പുചേട്ടനല്ല, ലച്ചു ചേച്ചിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലച്ചു ചേച്ചി ഇതേ അത് അച്ചാച്ചന് കൈമാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആ ടാർപ്പായ വിരിച്ചു. അത് വീഡിയോ എടുത്തില്ല. അതുമ്മയ്ക്ക് ലച്ചു ചേച്ചി ആ ഇഷ്ടികളൊക്കെ അച്ചാച്ചനും എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ട് ആ ഇഷ്ടികയൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുകയാണ്. വേഗം പണി കഴിഞ്ഞാലല്ലേ അവർക്ക് അതിൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ അയ്യോ അവിടെ സുഡു എന്നാണ് ഉണ്ണിയുടെ പേര്, അനിയത്തിയുടെ. അവനെ സുഡു എന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുക. അപ്പോൾ അവൻ കല്ല് വെച്ച് പോണു. ഉണ്ണി പണിയെടുക്കാം അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഉണ്ണി കല്ലെടുത്ത് കൊണ്ട് വെക്കാൻ പോണു. അതിൻ്റെ ഇടയിൽ കൂടെ ലച്ചു ചേച്ചി വരുന്നുണ്ട്. അമ്പുച്ചേട്ടനൊക്കെ കല്ലെടുത്ത് വന്ന് സെറ്റാക്കി ലാസ്റ്റ് വരി അച്ഛൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓസ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ ഓരോരോ നിരയായിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അപകടകരമല്ലാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേനൽക്കാലത്ത് നിങ്ങളുടെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പറമ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അവർക്ക് ചെറിയ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. പിന്നെ അവർക്ക് കിടന്നുറങ്ങണേക്കാൾ മുന്നേ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ തണവും കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.